മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ജാടയില്ല, ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ആൾക്കാർ. അപ്പൊ പുറത്തിറങ്ങുമ്പോ ആൾക്കാർ എന്താ വന്ന് പറയുന്നേ? സബ്സ്ക്രൈബ് അടിക്കലുണ്ട്, ലൈക്ക് അടിക്കലുണ്ട്. ഞാൻ പറയാം, രണ്ടാളും കുറച്ച് ഇത്തിരി ദിവസം മാത്രമേ വഴക്ക് ഇടാത്തുള്ളൂ. ഒരു അമ്മ ഇത്തിരി വരെ ഒന്ന് നല്ലോണം അഭിനയിക്കും, പിന്നല്ലേ ഒന്ന് ഇത്തിരി തെറ്റിയാലില്ലേ അപ്പാടുന്ന് വെച്ചാ നീ അച്ഛ വീട് ചെയ്യുമ്പോ പറയൂ അതൊന്നും കൂടി ചെയ്ത് നോക്കാം. അമ്മ വാവും അച്ഛ ദുഷ്ട. ഏറ്റവും നല്ലോണം അഭിനയിക്കുന്നത് ആരാ? സ്കൂളിലെ ഇന്ദ്രന് ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? അയ്യോ അങ്ങനെയൊന്നും പറഞ്ഞേക്കല്ലേ, എനിക്കൊന്നുമില്ല. അതാരാ ബോധം പറഞ്ഞുണ്ടാക്കിയതാ? ആണോ? കൊച്ചിനെ കുറിച്ച് ആരാ ബോധം പറഞ്ഞുണ്ടാക്കിയേ? വെറുതെ പറ്റിക്കുന്നു. എന്താ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം? എന്തിനാ അഭിനയിക്കണേ? സിനിമയിൽ അഭിനയിച്ചാൽ കുറച്ച് ദിവസത്തേക്ക് സ്കൂളിൽ പോകണല്ലേ. അച്ഛയാണ് ഫസ്റ്റ് പറഞ്ഞേ, മോനെ മോ സിനിമയിൽ നല്ല അഭിനയിക്കാനില്ലേ, മോനെ ഒരു ദിവസം സ്കൂളിൽ പോയി. നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ നേരിട്ട് പ്രപ്പോസ് ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു സുഖം. അമ്മ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നേരിട്ട് പ്രപ്പോസ് ചെയ്യാൻ മടിയായിട്ടാണ് ഞാൻ എന്റെ പെങ്ങളെ പറഞ്ഞയച്ചത്. അതന്നല്ലേ, അന്ന് കുഞ്ഞ്, ഇപ്പൊ വലുതായില്ലേ. ഐ ലവ് യു. അയ്യോ നീ കണ്ണൊക്കെ ചുമന്നു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഈസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്നത്തെ എൻ്റെ ഗസ്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ യൂട്യൂബിൽ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള കപ്പിൾസ് ആണ്. വ്ലോഗ് ഫോർ യു എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ ഉടമകളാണ് ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത്. ഹലോ ഗൈസ്, നമസ്കാരം. മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ജാടയില്ല, ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ആൾക്കാർ. എന്താ അതിന്റെ രഹസ്യം? നമുക്കങ്ങനെ തോന്നുന്നുണ്ടല്ലേ? ഇപ്പൊ എത്രയാണ്? 2. നമ്മള് 3 അടുത്തു അല്ലേ? എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഒന്നും കൂടെ പുഷ് ചെയ്ത് ഇപ്പൊ 3 ആവും. നമ്മള് ഫെബ്രുവരി കഴിയുമ്പോഴേക്കും 3 ആവട്ടെ. 3 ആവുമ്പോ എന്തെങ്കിലും സബ്സ്ക്രൈബേഴ്സിന് എന്തെങ്കിലും കൊടുക്കുമോ നിങ്ങള്? ഞങ്ങള് അങ്ങനല്ല, ഇപ്പൊ അങ്ങനെ ചോദിച്ചോണ്ട് പറയാം. അല്ല, പെട്ടെന്ന് എന്തെങ്കിലും കൊടുക്കുകയാണ് അങ്ങനെയല്ല. നമ്മളിപ്പോ നമ്മുടെ 1 മില്യൺ സബ്സ്ക്രൈബ് ആയ സമയത്ത് നമ്മൾ ഈ കഴിഞ്ഞ ജനുവരി ന്യൂ ഇയറിനാണ് ആയത്. 2024 1-ാം തീയതിയാണ് 1 മില്യൺ ആയത്. അപ്പൊ അന്ന് അതിന്റെ ജനറേഷൻ ഞങ്ങള് എന്താക്കിയ സമയം നമ്മളൊരു ഒരു സ്കൂളിലേക്ക് കുട്ടികൾ, അതായത് കുറച്ച് എന്താ പറയാ, നമ്മള് ദൈവത്തിന്റെ മാലാകമാരെന്ന് പറയുന്ന കുട്ടികൾ കുറച്ച് നമ്മള് എന്താ പറയാ നമ്മളെ കൊണ്ടാവുന്ന പോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഇനിയും അതുപോലുള്ള ചെയ്യണം എന്നാണ് ആഗ്രഹമുള്ളത്. ഞങ്ങളൊന്നും വീഡിയോയിൽ കാണിക്കൂല. അല്ല, അത് നല്ലൊരു കാര്യം. അതന്നെ ചെയ്തിട്ട് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്നത് എന്തിനെല്ലാവരെയും കാണിക്കുന്നത്. പക്ഷെ അതൊരു പ്രചോദനം. ചിലപ്പോ നമുക്ക് അത് കാണുമ്പോ നമുക്കും ചെയ്യാം എന്നുള്ളൊരു സാധനം അങ്ങനെ വേണ്ടതില്. ഓക്കെ, എന്തായാലും അങ്ങനെയൊക്കെ ചെയ്യണം. അതെ. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫാൻസ് ആർക്കാം? നിങ്ങളിലും ഏറ്റവും കൂടുതൽ മെസ്സേജ് എവിടെ അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് നമ്മളെ സത്യം പറഞ്ഞാലും നമുക്ക് ഒരു ഫാൻസ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങളുടെ അങ്ങനെ ഒരു ഫാൻസ് അല്ലെങ്കിൽ അതല്ല. പക്ഷെ ഞങ്ങളുടെ ഫാമിലിനെ എല്ലാവർക്കും ഇഷ്ടമാണ്, നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അതിലിപ്പോ കൂടുതലായിട്ട് കുറവായിട്ടൊന്നും പറയാനില്ല. എല്ലാവർക്കും എല്ലാവരും ആ ഒരു ഫാമിലിയാണ്. ഞങ്ങള് പേഴ്സണലി ഇപ്പൊ എടുത്തു പറയാം, എന്നെ നിഗിനെയും ഒന്നും അല്ല, അങ്ങനെയല്ല. ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ, നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ കുടുംബത്തിനാണ്. നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛൻ, എന്റെ അമ്മ, അങ്ങനെ പെങ്ങള്, അതുപോലെ തന്നെ ഇവളുടെ അച്ഛൻ, ഇവളുടെ അമ്മ. ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല, ഇവളുടെ എന്റെ ഒന്നും പറയില്ല. ഞങ്ങൾ നമ്മുടെ അച്ഛനും അമ്മയുടെ എല്ലാവരും. അപ്പൊ 2 അച്ഛനമ്മമാരുണ്ട് ഞങ്ങൾക്ക്. അവരുടെ കുടുംബമുണ്ട്, നമ്മുടെ കുടുംബമുണ്ട്. ആ ഫാമിലിനെയാണ് ഞങ്ങളെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. പിന്നെ കുട്ടികൾ, അതിനകത്ത് മെയിനാണ്. നമ്മുടെ ചോട്ടാസിനെ, ഇന്ദ്രുവിനെ, ദുർഗനെയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ ആ ഒരു ഇഷ്ടം ആണല്ലേ. ഓക്കെ, എനിക്ക് തോന്നുന്നു ചേട്ടന് പറൂരല്ലേ? പറൂരായിരുന്നു, അതുകൊണ്ടാണ് ആ സ്ലാങ്ങിൽ ഒരു വ്യത്യാസം. ഇവിടെ കറക്റ്റ് കണ്ണൂർ സ്ലാങ്. ഇവിടെ ആയിരുന്നു ഒരു 10th വരെയൊക്കെ
ഇവിടെ ജനിച്ചു വളർന്നതെല്ലാം. പിന്നെ അതിനുശേഷം അങ്ങോട്ട് പറിച്ചു നട്ടതാണ് എന്നെ കണ്ണൂർക്ക്. അത് എനിക്കോട് പറഞ്ഞ നമ്മളൊരു ഷോയിലൊക്കെ ഉണ്ടായിരുന്നു, ആ സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് മഴവിൽ മനോരമയില് ഇവളെ കാണുന്നതും ലവ് ആവുന്നതൊക്കെ. അപ്പൊ ഇങ്ങനെ എവിടെയോ കിടന്നിരുന്ന ഒരാള് ഞാൻ ഇടയ്ക്ക് പറയും ഇങ്ങനെ എല്ലാത്തിനും ഓരോരോ ആൾക്കാരൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരിക്കലും കാണാത്ത അല്ലെങ്കിൽ എറണാകുളത്ത് കിടന്നിരുന്ന് ഞാൻ കണ്ണൂർ വന്ന് ഇവളെ കാണുന്നു, സ്നേഹത്തിലാവുന്നു, അങ്ങനെയല്ല. അതങ്ങനെ വരാനുള്ളത് വഴി തങ്ങില്ല, എങ്ങനെങ്കിലും വരും. അല്ല ഇത് ആരാ പറയണ്ടേ, ഇവളാ പറയണ്ടേ ഞാനാ പറയണ്ടേ? അല്ല ഞാൻ ചേച്ചിനോട് പറഞ്ഞ വരാനുള്ളത് പറയുന്നാണെങ്കിൽ അപ്പൊ നിങ്ങളുടെ ടീമായല്ലേ നമ്മ പുറത്തായി. അല്ല അപ്പൊ നിങ്ങളുടെ ടീമായി നമ്മ പുറത്തായി ചോദിക്കത്തില്ല. വിഷമൊന്നുമില്ല, എന്നാലും ചെറിയൊരു സങ്കടം. ഓക്കെ, നമ്മള് പറവൂർക്കാരൻ കണ്ണൂര് പറിച്ചു നടന്നു. അവിടെ നിന്നാണ് പ്രിയതമ്മേനെ കണ്ടുമുട്ടുന്നത്. ആ ലവ് സ്റ്റോറി ഒന്ന് ചുരുക്കി പറയാമോ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി? തീർച്ചയായിട്ടും, കാരണം ഇത് പറഞ്ഞിട്ടുണ്ടാവും, കേൾക്കുന്നവര് ബോറടിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. കേൾക്കാത്ത ആൾക്കാർ ഒരുപാടുണ്ടാവും. വേറെ ഒന്നുമല്ല, നമ്മളൊരു വീഡിയോ തന്നെ ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ സ്വാഭാവിക ഒരു 10ാം ക്ലാസ്സിലാണ് കഴിഞ്ഞപ്പോഴാണ് +1 +2ലേക്കാണ് നമ്മുടെ അത്ര ചെറുതില് പോയതാ. അപ്പൊ ആ സമയത്ത് ഞാനിങ്ങനെ ഒരു +2 ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയം അല്ലെ, +2 കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ക്ഷേത്രം ഉണ്ട് അവിടെ, ഇവളുടെ നാട്ടിലാണ് ആ ക്ഷേത്രം. അപ്പൊ ആ ക്ഷേത്രത്തിൽ ഞാനിങ്ങനെ ഉത്സവത്തിന് ഒക്കെ പോയി അവിടെ പോയി ചെല്ലുമ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ക്ഷേത്രത്തിൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു, ഒരു വീട്ടിൽ കൂടി ഉണ്ടായിരുന്നു. വീട്ടിൽ കൂടിയിൽ നിന്ന് കണ്ണൂർ പറയാം. അപ്പൊ ആ വീട്ടിൽ കൂടി ചെന്നപ്പോ ഇവിടെ അങ്ങനെ ജസ്റ്റ് കണ്ടു. അപ്പൊ വേറെ ഒന്നല്ല, ഇവളുടെ മുടിയില്ലേ നല്ല മുടിയുണ്ട്, നല്ല മുടി, നല്ല മുടിയാ. അതിങ്ങനെ ഇവള് പ്രത്യേക ഒരു സ്റ്റൈലിൽ ഇങ്ങനെ വേറെ ഏതോ ഒരു രീതി കെട്ടി വെച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ എല്ലാരും കാണുന്നതെന്ന് ഒരു ചേഞ്ച് ആക്കിയിട്ട് എന്തോ പോലെ കെട്ടി വെച്ചിട്ടുണ്ട് ഇങ്ങനെ തലക്ക് മേലേക്ക് ആയിട്ടൊക്കെ. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇങ്ങനെ കണ്ടപ്പോ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാൻ വിചാരിച്ചു അത് രസമുണ്ടല്ലോ, എനിക്ക് പിന്നെ എന്തോ നമുക്കൊരു കത്തളം എന്ന് പറയില്ലേ, അതുപോലെ ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും തോന്നുന്ന പോലെ ഒരു ഇഷ്ടം. പക്ഷെ എനിക്കൊരു ഡൗട്ടേ, അന്ന് ഇവിടെ കാണുമ്പോ നല്ല ഹൈറ്റ് വന്നിച്ചിരുന്നേ. അപ്പൊ എനിക്കാണെങ്കിൽ കുറച്ചൊരു ഹൈറ്റ് കുറവാ. അപ്പൊ എന്റെ മനസ്സിൽ എന്നെക്കാട്ടും ഹൈറ്റ് ഉണ്ടാവും. പിന്നെ ടെൻഷൻ അതാണ്, ഹൈറ്റ് എന്നെക്കാട്ടും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഞാനൊരു ഫ്രണ്ട് ഉണ്ട്, ഹൈറ്റ് എന്നെക്കാട്ടും ഉണ്ടെന്ന് തോന്നുന്നു, മുടിയും ഇങ്ങനെ പൊക്കി വെച്ചേക്കില്ലേ പിന്നെ. അപ്പൊ അങ്ങനെ ഞാനപ്പോ നോട്ട് ചെയ്തു. പിന്നെ ഞാൻ ഈ പറഞ്ഞ ക്ഷേത്രത്തിലെ ഉത്സവം വരുന്ന സമയത്ത് ഇവിടെ കണ്ടപ്പോ ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഫ്രണ്ടിനോട് പറയുന്നത് കൂടുതലായിട്ട് എന്റെ പെങ്ങളോട് പറയും. എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ്. അവളോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ആ പെൺകുട്ടിനെ ഇഷ്ടമാണ്. ചെറുതാണ്, ഞാൻ +2 ഇവളാ നേരത്തെ 9-ലല്ലേ. അപ്പൊ ഇങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. ഇവളെന്താക്കി ഉത്സവത്തിന്റെ സമയത്ത് ഇവള് വന്നിട്ട് എന്റെ പെങ്ങള് വന്നിട്ട് ഡയറക്റ്റ് ഇവളോട് കാര്യം പറഞ്ഞു. അതിനു മുമ്പ് ഞങ്ങൾ ഇങ്ങനെ കാണലുണ്ട്, പെട്ടെന്ന് കാര്യം പറഞ്ഞല്ല. ഞാൻ പിന്നെ നാട്ടിൽ ഇവിടെ കാണാനായിട്ട് ഞാൻ വരും. സ്വാഭാവികം, നമ്മൾ സൈക്കിളും ചവിട്ടി, എനിക്ക് സൈക്കിൾ ഉണ്ട്, ആ സൈക്കിളും ചവിട്ടി ഞാൻ വരും. ഫുട്ബോൾ കളിക്കാൻ വരണമെന്നും പറഞ്ഞിട്ട് വരും ഇവളുടെ നാട്ടില്. എന്നിട്ട് അപ്പൊ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ നമ്മുടെ നാട്ടിൽ വെച്ചാൽ ആ സമയത്ത് വെള്ളത്തിന് ഭയങ്കര ക്ഷാമാണ്, വെള്ളമില്ല അവിടെ ഇവരുടെ നാട്ടില്, ശരിക്കും പറഞ്ഞ ഇവളുടെ നാട്ടില്. അപ്പൊ ഇവളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇത് വിട്ടിട്ട് പട്ടോരം ബ്ലൗസ് ഒക്കെ ഇട്ട് തലയില് വലിയ പാനില്ലേ കലം, ആ കലം ഇങ്ങനെ ചുമന്നിട്ട് ഇവളുടെ ചേച്ചിയോട് വെള്ളം എടുത്തിട്ട് വരും. ഇവർക്ക് എവിടെയോ പോകണം വെള്ളം എടുക്കാൻ. ഒരു കിണറുണ്ട്, ആ കിണറിൽ പോയിട്ട് വെള്ളം എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവരണം. അപ്പൊ മറ്റേ തലയിൽ മറ്റേ സംഭവം ഇല്ല ഇങ്ങനെ തിരിക എന്ന് പറയും, ആ തിരിക ഇങ്ങനെ തലയിൽ വെച്ചിട്ട് വലിയ കലം ഉണ്ടാവും എടുത്ത് തലയിൽ വെച്ചിട്ട്, എന്നിട്ട് ആ കലവും തലയിൽ വെച്ച് വെള്ളവും ചുമന്ന് വരും. അപ്പൊ ആ സമയം എനിക്കറിയാം, വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയം. ആ സമയത്ത് ഞാൻ സൈക്കിളായിട്ട് ഇതിൽ ഇങ്ങനെ വരും. അപ്പൊ റോട്ടിൽ കൂടി ഇങ്ങനെ മിന്നായം പോലെ കാണും. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ പോകും. അതേ ഉള്ള സംഭവം. അത് കഴിഞ്ഞ് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ കാണലുണ്ടെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അറിയില്ല. ഇവിടെ ഒരു ഓട്ടോഗ്രാഫ് കൊണ്ട് തന്ന് എനിക്ക് എഴുതാൻ വേണ്ടിട്ട് ഞാൻ അതിലിങ്ങനെ അങ്ങ് തൊടാത്ത പോലെ എഴുതി കൊടുത്ത്. എന്തല്ലോ എനിക്കിപ്പോ ഓർമ്മയില്ല എഴുതിയതൊന്നും. എന്നാണ് ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഞാൻ കാണും, എവിടെയെന്ന് അറിയില്ല അതെല്ലാം പറഞ്ഞു. അപ്പൊ സ്വാഭാവിക ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലാണല്ലോ. അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പെട്ടെന്ന് സെന്റേജ് എന്ന് പറഞ്ഞപ്പോ ഷോക്കായി പോയി. ഉത്സവത്തിനാണ് അപ്പൊ ഈ സംഭവം ഓട്ടോഗ്രാഫിൽ എഴുതി കൊടുത്തെങ്കിലും പിടിച്ചിട്ടില്ല, കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. ഉത്സവത്തിന് ഞാൻ എന്റെ പെങ്ങളോട് പറഞ്ഞു, ഇവള് ഡയറക്റ്റ് പോയിട്ട് ഇവളോട് പറഞ്ഞു. അപ്പൊ തന്നെ പറഞ്ഞു ഇവള് കരഞ്ഞി ആകെ. എല്ലാം ടെൻഷനായി പോയി പെട്ടെന്ന് കേട്ടപ്പോ ടെൻഷനായി പോയി. കരഞ്ഞതോടുകൂടി ഓടിപ്പോയി പറയല്. ഇവള് ഓടിപ്പോയ സ്പീഡില് മറ്റേ നമ്മൾ ടി വി കാണാറില്ല, നായയൊക്കെ ഓടിയിട്ട് നായ പുറകെ ഓടി വരുന്നതെല്ലാം കാണാറില്ല. അതുപോലെ എന്റെ പെങ്ങൾ അങ്ങോട്ട് ഓടിപ്പോയി പറയുന്നു. പിന്നെ അതേ സ്പീഡിൽ അവൾ ഇങ്ങോട്ട് ഓടി, ചേട്ടാ ഓടിക്കോ രക്ഷപ്പെട്ടോ ഇവിടെ നിന്ന്. മൊത്തം പ്രശ്നമായിരുന്നു. അവളുടെ മാമനൊക്കെ പോയി പെണ്ണ് കരയാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു.
ഞാനെങ്ങനെയാലും ഓടി രക്ഷപ്പെടാന്ന് വിചാരിച്ചു ഞാനും അവിടെ നിന്ന് പോയി. ഓടി പോവാന്ന് വിചാരിച്ചു. അമ്മയെ വീട്ടിലോട്ട് ഉത്സവത്തിന് നടന്നു. ഇല്ല, പിന്നെ ഞാൻ അന്നേരം തന്നെ പറഞ്ഞ് എന്റെ അനിയത്തിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എനിക്ക് ഇഷ്ടാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ വർഷങ്ങൾക്ക് മുന്നേ ആ ഡയറക്ടർക്ക് പ്രപ്പോസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരു അവസരം ഞങ്ങൾ വെറൈറ്റി മീഡിയ അവർക്ക് കൊടുക്കുവാണ്. നമുക്ക് ആ വിഷമം ഇല്ല. ഇല്ല, ഞങ്ങൾക്ക് എനിക്ക് കേട്ടപ്പോ ഭയങ്കര വിഷമം. നേരിട്ടല്ലേ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ നേരിട്ട് പ്രപ്പോസ് ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു സുഖം. അമ്മ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നേരിട്ട് പ്രപ്പോസ് ചെയ്യാൻ മടിയായിട്ടാണ് ഞാൻ എന്റെ പെങ്ങളെ പറഞ്ഞയച്ചത്. അത് അന്നല്ലേ, അന്ന് കുഞ്ഞ്, ഇപ്പൊ വലുതായില്ലേ. ഓക്കെ, എനിക്ക് എന്തേ പിന്നെ എനിക്കൊരു കാര്യം പറയാണ്ടായിരുന്നു. എന്താണ് ഞാനിങ്ങനെ പറയിപ്പോ. എന്താന്ന് പറഞ്ഞ കുഴപ്പമില്ല. നീ എന്നെ കാണുന്നത് എല്ലാരും കാണുന്ന പോലെ തന്നെയാ? എന്താന്ന് പറ. അല്ല, മറ്റുള്ള എല്ലാരും കാണുന്ന പോലെ തന്നെയാണോ എന്നെ കാണുന്നത്? അങ്ങനെ ചോദിച്ചാൽ ഇപ്പൊ എനിക്കറിയില്ല എന്താന്ന്. എനിക്ക് ഐ ലവ് യു. ശരിക്കും നീ റിയൽ ആയിട്ട് ചെയ്യണമെങ്കിൽ നീ കരയണം. അതെ, ഞാൻ കരഞ്ഞു. കരഞ്ഞോ? അയ്യോ, നീ കണ്ണൊക്കെ ചുമന്നു. ഇപ്പോഴും കരയൂ? തിരിച്ചു മറുപടി വരാം. എന്നെ ഇഷ്ടമാണ്. പിടിച്ചു നിർത്തിയാ ചോദിക്കുന്നേ. എനിക്ക് ഇഷ്ടല്ലാന്ന് വെച്ചാൽ എന്നെ കല്യാണം കഴിക്കുക. സമയമുണ്ടല്ലോ തീരുമാനിക്കാം. ഇപ്പൊ മറ്റേ പാടണം. ആ, കല്യാണം കഴിക്കും പറ. കൺവിൻസിങ് സ്റ്റാർ. അതെ, എനിക്ക് ഇഷ്ടമല്ലെന്ന് തന്നെയാണ്. ശരിക്കും ഇഷ്ടാണ്. നിന്റെ മനസ്സിലോട് ഇഷ്ടമുണ്ടായിരുന്നു? ഇഷ്ടാണ്. എന്നിട്ട് നീ പറയാനൊന്നും? അല്ല, ഓപ്പനെ എങ്ങനെയാന്ന് കരുതുന്നതെന്ന് എനിക്കറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറയാനത്. ഐ ലവ് യു. ഐ ലവ് യു ടു. ഐ ലവ് യു. അയ്യോ, എന്റെ അമ്മ ചീത്ത വിളിക്കും പൽക്കാരനോട്, പോടാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ചോദിക്കുന്നത് എന്തോന്ന് ഐ ലവ് യു. ഐ ലവ് യു. ഞങ്ങളുടെ പറഞ്ഞ സത്യം പറഞ്ഞ ആ ഒരു കാലഘട്ടത്തിലല്ലേ അല്ലേ എനിക്ക് 2010 ആ, ഇപ്പൊക്കെ കുറച്ചും കൂടി ഇതൊക്കെ മാറിയില്ലേ ഇപ്പൊ? എന്ത് നിങ്ങ എന്താ തോന്നേ? അന്നത്തെ ഒരു പ്രണയം ഇന്നത്തെ ഒരു പ്രണയം? പ്രണയം എപ്പോഴും അടിപൊളിയാണ്. പക്ഷെ അന്നത്തെ ആ ഒരു സത്യസന്ധതയ്ക്ക് ഇന്ന് ഉണ്ടാവാം. നമ്മളില്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അതൊരു നമ്മളിപ്പോ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോ ആ കാലഘട്ടത്തിലും പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ വീട്ടിലായിക്കൊണ്ട് എല്ലാരും പറയണ്ടേ പ്രണയമൊക്കെ ഇത്രയൊക്കെ ഉണ്ടാവുള്ളേ അന്നും പറയുന്നത് നമ്മൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. ഇന്നും അതുപോലെ എല്ലാരും പറയുന്നത് സത്യസന്ധമായിട്ടുള്ള പ്രണയമുണ്ട്, അല്ലാത്തതും ഉണ്ട്. ഇപ്പോ നിങ്ങൾക്കിപ്പോ റവന്യൂ ആൾക്കാർക്ക് ഏറ്റവും വലിയൊരു ഡൗട്ടാണ്, യൂട്യൂബേഴ്സിന് കുറെ റവന്യൂസ് കിട്ടാറുണ്ടോ അല്ലേ? യൂട്യൂബേഴ്സ് വീഡിയോ വെക്കുന്നു, അത് ഞാൻ അങ്ങോട്ട് ചോദിക്കാം. നിങ്ങക്ക് ഏകദേശം എത്ര ലക്ഷങ്ങൾ കിട്ടാറുണ്ട്? അമ്മേ, ഇതെല്ലാം കേട്ടപ്പോ എല്ലാരും ഞെട്ടു. ലക്ഷങ്ങൾ എന്നെല്ലാം പറയുമ്പോ എല്ലാരും ഞെട്ടു. സംഭവം അങ്ങനെയല്ല. അത് യൂട്യൂബേഴ്സിന്റെ റവന്യൂനെ പറ്റി ഇപ്പൊ എല്ലാവർക്കും അറിയാം. കാരണം മുമ്പാണ് അങ്ങനെ നമ്മൾ അറിയാത്തൊരു കാലഘട്ടം ഉണ്ടായത്. ഇപ്പൊ എല്ലാവരും ലക്ഷങ്ങൾ കിട്ടിയില്ലെങ്കിൽ പോലും എല്ലാവരും ലക്ഷങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മള് 1 ലക്ഷം രൂപ നമുക്ക് ഒരു മാസം കിട്ടിയെന്ന് കൂട്ടുക. നമ്മളുടെയൊക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, ഒരു ഫാമിലിയിൽ ഇപ്പൊ എത്ര, ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലെ ശരിക്കും പറഞ്ഞാൽ 5 പേര്, ഇവളുടെ വീട്ടിലെ 3-4 പേര്. അപ്പൊ ഒരു 5-10 ആൾക്കാരുണ്ട് ഇതിന്റെ പുറകില്. അപ്പൊ ഈ 10 ആൾക്കാര് പുറത്തൊരു ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം 1000 രൂപ വെച്ച് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ ഒരു ദിവസം 10,000 രൂപ, 10 പേര് പോയിട്ടുണ്ടെങ്കിൽ 10,000 രൂപയായി. അത് വെച്ച് ഒരു കൂട്ടിയാൽ തന്നെ എത്ര ഒരു മാസം? നല്ലൊരു പൈസയായി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ 1 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഒരു 10 ആള് കൂടി ചെയ്യുന്ന സംഭവത്തിന് അതിപ്പോ ഡിവൈഡ് ചെയ്ത് എടുക്കുന്നുണ്ടെങ്കിൽ കിട്ടുന്ന ചെലവ് കാര്യങ്ങള് അതൊക്കെ എല്ലാ ജോലിയിലുള്ള പോലെ തന്നെ ആ ഒരു ചെലവ് ഇതിലും ഉണ്ട്. അപ്പൊ ഇപ്പൊ നമ്മളൊരു 1 ലക്ഷം രൂപ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ അത് കൂടുതലാണല്ല ശരിക്കും പറഞ്ഞാല്. കാരണം അതിന്റെ പിന്നിൽ ഒരുപാട് ചെലവുണ്ട്. നമ്മളുടെ ക്യാമറ കാര്യങ്ങൾ, അതുകൂടാതെ നമ്മൾ ഇത്രയും പേര് ഇതിന്റെ പിന്നിലുണ്ട്. അപ്പൊ അവർക്ക് അവരുടെ കാര്യങ്ങൾ എല്ലാവരും അങ്ങനെയൊക്കെ ആയിട്ട് ചെലവ് ചെയ്ത് പോകുന്നുണ്ട്.
അപ്പോ ലക്ഷങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചെലവുണ്ട്. ഉണ്ട്. എന്തായാലും നമ്മൾ ഇത്ര നേരം നമ്മൾ മാത്രം സംസാരിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും കുട്ടികൾ എന്താ വിളിക്കാത്തതെന്നൊക്കെ അല്ലേ. കുട്ടികൾ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. അത് നമുക്ക് അവരെ കൂടെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാം. അവരോടും കൂടെ കുറച്ച് നേരം സംസാരിച്ചിട്ട് നമുക്ക് വാങ്ങിക്കാം. അതെ. ഓക്കെ, അപ്പോ നമ്മുടെ കുട്ടിപ്പട്ടാളുകൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ. ഹായ് ഹായ്. സ്കൂളിൽ പോവാൻ എന്തെന്ന്? അതാ ഈടെ വന്നോണ്ട്. ഈടെ വന്നോണ്ടാ? ഓക്കെ. എന്താ പോവാൻ? അത് ഇവിടെ എറണാകുളം വന്നോണ്ട് എന്റെ അവന് വണ്ടിയെ വന്നു. ആണല്ലേ. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫാൻസ് ആർക്കാ? നിങ്ങൾ രണ്ടാളും ഏറ്റവും കൂടുതൽ ഫാൻസ് ആർക്കാണ്? മനസ്സിലാവില്ലേ? ആര് പറഞ്ഞു? എനിക്ക് കുട്ടീനെ ഇഷ്ടം. ഭയങ്കര കുറുമ്പാ അല്ലേ? ഭയങ്കര കുറുമ്പായിരുന്നു അല്ലേ? അവിടെ ഇരിക്കുമ്പോ അടിച്ചണ്ട. ഞാൻ കണ്ടോണ്ടിരിക്ക വെറുതെ കുട്ടീനെ പിടിച്ചടിക്കുക. എന്തിനാ അടിക്കണേ? വെറുതെ ഓനെ തന്നെ ഉന്താൻ പറയൂ. എന്നിട്ട് ഞാൻ ഓനെന്നെ ഉന്താ പറയും. ഉന്തി കഴിയുമ്പോ രണ്ടടി. അതെന്താ? പക്ഷെ നല്ല ചിരിയാ അല്ലേ? ഓക്കെ, മോൾക്ക് എങ്ങനെയാണ് സിനിമയിലൊക്കെ അഭിനയിക്കണം? ഇഷ്ടമുണ്ട്. കിട്ടിയാ അഭിനയിക്കും. ആരിഷ്ടമുള്ള? പഠിച്ചിട്ട് കണ്ട് ഉത്തരവാദിത്തമുള്ള കുട്ടിയാണ്. എന്ത് പഠിച്ച് വലുതാകുമ്പോ ആരാവൻ ആഗ്രഹം? കളക്ടർ. എന്നിട്ട് ശനിയും ഞായറും സ്കൂളിൽ വെക്കും. വെക്കോ? വെക്കും. എനിക്ക് അങ്ങനെ എല്ലാവർക്കും പഠിക്കട്ടെ നല്ലോണം. ബാക്കി 5 ദിവസം ലീവോ? അല്ല, ശനിയും ഞായറും ഫുള്ള് എല്ലാ ദിവസവും സ്കൂൾ. മുടങ്ങാണ്ട് സ്കൂൾ. ചേച്ചിക്കില്ലേ ഇവർക്കെപ്പോഴും സ്കൂൾ കൊടുക്കലില്ലേ കളക്ടർ. അതുകൊണ്ട് ചേച്ചി വലുതായിട്ട് കളക്ടറായിട്ട് അവർക്ക് കണ്ണൂരിലത്തെ കളക്ടറായിട്ട് ഇനി മുതൽ കണ്ണൂരിലെ കളക്ടർ ഇതാണ്. എന്നിട്ട് അതെല്ലാം വാർത്തയിൽ വന്നിട്ട് ഇതുപോയി നാളെ സ്കൂളിലോ നാളെ സ്കൂളുണ്ട് നാളെ സ്കൂളുണ്ട് അതിന്റെ അപ്പുറം സ്കൂളുണ്ട് എന്നെല്ലാം വാർത്തയിലെല്ലാം വന്നു. അതിനാണല്ലോ ഇങ്ങനെ ചെയ്യണേ. ആരാവൻ ഇന്ദ്രൻ ആരാവൻ ആഗ്രഹം? വലുതാ ഇവരും അങ്ങനെയും ഇല്ല. അറിയാട്ടോ നിങ്ങൾ കൊച്ചിനെ അങ്ങനെ ഇതാകുണ്ടാവും അല്ല. എന്തിനു അത് വിളിച്ചു നമ്മളല്ലേ? അല്ല പോലീസ് ആവുന്നത് അതങ്ങനെ. പൈലറ്റ് ഇപ്പൊ എവിടുന്ന് വന്നു ഞാൻ ഓർക്കുന്നു. ഓക്കെ, ഇപ്പം അമ്മയുടെ അച്ഛൻ്റെ കൂടെയൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുന്നില്ലേ? അപ്പൊ പുറത്തിറങ്ങുമ്പോ ആൾക്കാർ എന്താ വന്ന് പറയുന്നേ? മോമ്പറ ഇപ്പഴാ എനിക്ക് മനസ്സിലായി. വീഡിയോ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് അടിക്കലുണ്ട്, ലൈക്ക് അടിക്കലുണ്ട്, ഷെയർ ചെയ്യലുണ്ട്. എനിക്ക് ചില നഗ്ന സത്യങ്ങൾ നിങ്ങളിത് കേൾക്കണം. മോളോട് എന്താ പറയാ ഫാൻസ് ഒക്കെ വന്നു? എന്നോട് പറയൂ ഒരു ദിവസം കണ്ടു. അത് പിന്നെ നമ്മൾ കൈയെടുക്കാൻ പോകുമ്പോൾ കണ്ട കണ്ടവര് ഹായ് 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 ഹായ്. എനിക്കത് ആരും ഓർമ്മ ഉണ്ടാവില്ല. ദിവസം ഇങ്ങനെ പറയുന്നത് അപ്പൊ ആരും ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ മുമ്പേ ഇങ്ങനെ പറഞ്ഞവരെ അവര് വന്നിട്ട് കാണുമ്പോ ഹായ് പറയാം. എനിക്ക് ആരും തിരിയില്ല. പിന്നെ കുറെ പേര് വീഡിയോയില് പറയാൻ വേണ്ടി പേപ്പറിൽ എഴുതി തരും. പിന്നെ പേപ്പറിൽ പോകേണ്ടിട്ട് പേപ്പർ കാണണ്ടാവും. അങ്ങനെ എന്തെങ്കിലും പേപ്പർ കേട്ട് വരും. ഈ പേരുള്ള കുട്ടി പറയാൻ വേണ്ടി പറഞ്ഞതെല്ലാം പറയും. പക്ഷെ പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും വീഡിയോ എടുക്കുന്നത്. അപ്പൊ ചിലപ്പോ മോള് എഴുതി വെക്കണം കേട്ടോ. പറയാൻ പറഞ്ഞവരൊക്കെ നമുക്ക് എല്ലാരും ചേർത്തിട്ട് പറയാം. പക്ഷെ കൈ കഴുകാൻ പോകുമ്പോ എല്ലാവർക്കും അവര് പറയുന്നു മറന്നോ. ഞാൻ 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കാം നിങ്ങളോട്. സ്കൂളിലുണ്ടല്ലോ PTA മീറ്റിംഗ് ഒക്കെ വരില്ലേ? അപ്പൊ ആരാ വരുന്നേ? മീറ്റിംഗ് പാരന്റ്സിന്റെ മീറ്റിംഗ് ഒപ്പിടാനൊക്കെ വരില്ലേ? എനിക്ക് അച്ഛനും അമ്മയും വരും. രണ്ടുപേരും ഓക്കെ. ഏറ്റവും കൂടുതൽ വഴക്ക് പറയുന്നത് ആരാ? അച്ഛനാണോ അമ്മയാണോ? ഒരാൾ പറഞ്ഞോ? ഇല്ല, ഒരാളെ പറയാൻ പാടുള്ളൂ. അയ്യോ, മക്കളാരെ ഏറ്റവും കൂടുതൽ വഴക്ക്? മോന ഏറ്റവും കൂടുതൽ വഴക്ക് പറയുന്നത് അങ്ങനെ പറയാൻ പറ്റുവാ? പറഞ്ഞു. ഒന്നും പേടിക്കണ. ഇന്റർവ്യൂ തീർന്നത് വരെ നിങ്ങൾ സേഫാ.
ഞങ്ങൾ പഞ്ഞിക്കിടുവോ? അതല്ല അച്ഛനും അമ്മയും ആരെ മോനെ വഴക്ക് പറയല്? ഇന്ദ്രുവിന് ആരാ വഴക്ക് പറയാ? അല്ല അച്ഛല്ലേ വാവ ചേച്ചീനെ എന്തൊക്കെയും കടിക്കുവാ നുള്ളു എന്തൊക്കെയും ചെയ്താല് അച്ഛ ഒരു ചില ദിവസം മാത്രമേ കരമ്പലുള്ളൂ, ബാക്കി ദിവസവും കരമ്പില്ല. ബാക്കി എല്ലാ ദിവസവും നല്ല മോനാണ്. പിന്നെ അതിന്റെ അപ്പുറം അമ്മക്ക് എന്തെങ്കിലും ദേഷ്യം പിടിച്ചൊരു വേർത്തെന്തല്ലോ ആയ ഒരു അവസ്ഥ വരുമ്പോ നമ്മളിപ്പോ എന്തെങ്കിലും അമ്മ ദേഷ്യം പിടിച്ചിട്ട് ഇതൊക്കെ നമ്മൾ മുടിയിട്ടാണ് പോയാലും മുടി നമ്മളായാലും ദേഷ്യം മുടി ഇങ്ങനെ അതിന് ഒപ്പയായി ഞങ്ങള് തമ്മിൽ തല്ലി പിടിക്കുന്നതിന്റെ പ്രധാന കാരണം ചിലപ്പോ ഞാൻ എന്തെങ്കിലും ദേഷ്യത്തിൽ ഞാൻ പറയാം രണ്ടാളും കുറച്ച് ഇത്തിരി ദിവസം മാത്രമേ വഴക്ക് ഇടാത്തുള്ളൂ. അയ്യോ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല. അവരില്ലേ അച്ഛനും അമ്മയും നമ്മൾ ഒരു ഇത്തിരി ദിവസേ കലമ്പലുള്ളൂ, ബാക്കി എല്ലാ ദിവസവും കലമ്പലില്ല. ഇല്ല അത് വളച്ചൊടിക്കാനുള്ള ശ്രമം അവിടെ നടന്നു അല്ലേ മോനെ? ഞങ്ങളത് വിട്ടുകൊടുക്കില്ല. കലമ്പലിന് വെച്ച വഴക്കുണ്ടാക്കല്ലേ? ഓക്കെ, അടിപൊളി. ഞാൻ മനസ്സിലാക്കാം, നിങ്ങൾ വീഡിയോസ് ഒക്കെ എടുക്കൂലേ? അപ്പൊ ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്നതാരാ? തെറ്റിക്കുന്നതാ ഞാൻ പറ. ഇതിലല്ലേ നിങ്ങൾ എല്ലാരിലും ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്നത്? തെറ്റിക്കുന്നതാ നിങ്ങൾ 4 പേരിലും തെറ്റിക്കുന്നത് വെച്ചാൽ അമ്മ ചിലപ്പോ തെറ്റിക്കും, അപ്പൊ അച്ഛ വഴക്കറിയും. അച്ഛ തെറ്റിച്ചാല് അച്ഛ ഒന്നും പോകണ്ടൂല. അച്ഛ ഒരു ടേക്കും കൂടെ എടുക്കട്ടെ. അമ്മ എന്തെങ്കിലും ചെയ്താലില്ലേ അച്ഛൻ അമ്മ ഒരു ഇത്തിരി വരെ ഒന്ന് നല്ലോണം അഭിനയിക്കും, പിന്നല്ലേ ഒന്ന് ഇത്തിരി തെറ്റിയാലില്ലേ അപ്പാട് നീ അച്ഛ വീഡിയോ ചെയ്യുമ്പോഴോ പറയൂ അതൊന്നും കൂടിയും ചെയ്തോക്കാം. അമ്മ ബാബു അച്ഛ ദുഷ്ടേ അതായത് ഞാൻ ചിലപ്പോ കൊറേ നേരം എന്തെങ്കിലും കട്ടിയുള്ള ഡയലോഗ് കൊറേ നേരം പറഞ്ഞോണ്ടിരിക്കുമ്പോ ഇത് എടുത്തോണ്ടിരിക്കുമ്പോ നമുക്ക് ദേഷ്യം, നീ അതൊന്ന് ശരിയാക്ക്, എത്ര നേരമായി എന്താന്നറിയോ അച്ഛൻ തെറ്റിക്കുമ്പോ അമ്മ ഒന്നും കലമ്പയില്ല, അമ്മ തെറ്റിക്കുമ്പോഴോ അച്ഛൻ കലമ്പും. കണ്ടോ? ഇതൊക്കെ എല്ലാം കട്ടിയത് ഒന്നും കട്ടിയില്ല. നിങ്ങളുടെ ആദ്യത്തെ ഇന്റർവ്യൂ ഏറ്റവും നല്ലോണം അഭിനയിക്കുന്നത് ആരാ? നമ്മള് നാലാള് ഇല്ല, അതിന് സപ്പോർട്ട് ചെയ്യാതെ മോളാണോ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്നത്? അല്ല പിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതാ ഉള്ളത്. വഴക്കിട്ട് പറ, ആരാ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്നത്? അത് ഞാൻ. അയ്യോ ചേച്ചി ഇടക്കിടക്ക് തെറ്റിക്കലുണ്ട്, ഞാൻ ഒന്നുപോലും തെറ്റിക്കില്ല. നിങ്ങൾ അമ്മ എന്തിനാ തല്ലുടിക്കുന്നത് എപ്പോഴും? അതാ നമ്മളാ ഞാൻ ചേച്ചിനെ ഫസ്റ്റ് എടുക്കാം. അതല്ല ഇവനൊന്ന് തല്ലുപിടിച്ചാ ഞാൻ പറയാം ഫസ്റ്റ് ഞാൻ എന്റെ ചേച്ചീനില്ലേ ഞാൻ അടിക്കും. അപ്പൊ ചേച്ചിക്ക് കുറച്ച് ദേഷ്യം കൂടി തന്നെ അടിക്കും, വെറുതെ വിട്ട് നിർത്തി പോയി പിന്നെ ഞാൻ അടിക്കും. എന്നടിച്ചോണ്ട് എന്നിട്ട് ചേച്ചിക്ക് ദേഷ്യം വന്നിട്ട് എന്നെ അടിച്ചു കൊല്ലും, നമ്മള് പിന്നെ ഫൈറ്റ് ആയി. പടത്തിലില്ലേ മണിച്ചേട്ടൻ വന്നിട്ട് പറയുന്നില്ലേ, ആദ്യം ചേട്ടായി എന്നെ ഒരടി അടിച്ചോളൂ, പിന്നെ ഞാൻ ചേട്ടായി അങ്ങോട്ട് രണ്ടടി. പിന്നെ ഇവൻ എന്തെങ്കിലും അടി പിടിച്ചിട്ട് ഇവൻ എനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടാവും, നല്ല മനസ്സാണെങ്കിൽ ഇവൻ എനിക്ക് ചേച്ചി എടുത്തോ, വാക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയതാണ്, ഒരാൾ ബർത്ത്ഡേക്ക് തന്നെയാണ്, ചേച്ചി എടുത്തോ. അപ്പൊ ഞാൻ പറയും എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട പറയും, ചേച്ചി എടുത്തോ അടി പിടിച്ചു വളരെ സാധനം തന്നോ ഞാനത് ചേച്ചി കൊടുത്ത് എന്നിട്ടാവുന്നില്ലേ, എന്നിട്ട് നമ്മൾ രണ്ടാളും അടിയായിട്ട് മര്യാദക്ക് സ്നേഹത്തോടെ കൊടുക്കുകയും ചെയ്യും, കുറയ്ക്കടിച്ച് വാക്കുകയും ചെയ്യും. സ്കൂളിലെ ഇന്ദ്രന് ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ?
അയ്യോ അങ്ങനെയൊന്നും പറഞ്ഞേക്കല്ലേ, എനിക്കൊന്നുമില്ല. നമ്മള് ഫുള്ള് എനിക്കൊന്നുമില്ല. ഇല്ലേ എനിക്ക് വെറുതെ എന്താണോ കേട്ടത്? ആ കുട്ടിയുടെ പേരെന്തായിരുന്നു? ഒരു കൊച്ച് ഞങ്ങൾ കേട്ടല്ലോ, ഞങ്ങളെല്ലാം അന്വേഷിച്ചിട്ട് ഇവിടെ ഇരിക്കണം. അല്ല ഇല്ല, നമ്മള് സിഗ്മ മെയിലാണ്. അതാരാ ബോധം പറഞ്ഞുണ്ടാക്കിയതാ? ആണോ? കൊച്ചിനെ കുറിച്ച് ആരാ ബോധം പറഞ്ഞുണ്ടാക്കിയേ? ചോദിക്ക്, ക്യാമറ നോക്കി ചോദിക്കും. വെറുതെ പറ്റിക്കുന്നു. എനിക്കൊന്നുമില്ല, എനിക്ക് ആരില്ല. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെ കറങ്ങാൻ പോകും. ഫ്രണ്ടിന്റെ പേരെന്താ പറയട്ടെ? അർഷു ആൻഡ് അഭിനവ്, അർഷു ആൻഡ് റയാൻഷി, അഭിനവ്, എയ്ദിൻ, പിന്നെ അബ്ദുള്ള, ഇമ്രാൻ. എടാ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? കൊറേ ഫ്രണ്ട്സ് ഉണ്ട്. ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ബെസ്റ്റ് ഫ്രണ്ട് അർഷു. അർഷു. നിങ്ങൾ എവിടെ കറങ്ങാൻ പോകുന്നേ? നമ്മളാ കൊടൈക്കനാൽ. വലുതായിട്ടാണ് കണ്ടേ? വലുതായിട്ട്. കൊച്ചു വെറുതെ പറഞ്ഞല്ല, വലുതായിട്ട് എന്റെ അയ്യോ ഗുണാക്കേ വേണ്ട, കാശ്മീർ പോയാലും. അന്റെ കാശ്മീരിൽ എങ്ങനെയാ പോവാ? ഫസ്റ്റ് വണ്ടി എടുക്കും. ഏത് വണ്ടി എടുക്കും? റെയിൽവേ സ്റ്റേഷനിൽ പോകും. ആ. അവിടുന്ന് ട്രെയിൻ പോയിട്ട് അങ്ങനെയല്ല, correct. സോറി എനിക്ക് മറന്നുപോയി. ഫസ്റ്റില്ലേ ആ ഞാൻ ഈ ആ. വണ്ടി എടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ആ. ട്രെയിനിൽ കയറി സ്പൈഡർമാനാണോ? ആ. അതേത് ഫ്ലൈറ്റില്? ഫ്ലൈറ്റിലല്ല അച്ഛേ, ട്രെയിനില് ട്രെയിനിൽ പോയിട്ടില്ലേ ആ. ആടന്ന് അതെല്ലാം ആ സ്ഥലമെല്ലാം കണ്ട് മുന്നിലും കണ്ട് ലാസ്റ്റ് വന്നിട്ട് എയർപ്ലെയിനിൽ കയറി പിന്നെയും പോയി വീട്ടിലെത്തി. അങ്ങോട്ട് ട്രെയിനിൽ പോകും, ഇങ്ങോട്ട് ഫ്ലൈറ്റിൽ വരുമെന്നാണ് ഓ പറഞ്ഞത്. അടിപൊളി. കാശ്മീരിൽ മഞ്ഞൊക്കെ ഉണ്ടെന്ന് ആര് പറഞ്ഞു? അതെനിക്കല്ലെങ്കിലേ അറിയാം. ഇങ്ങനെ അറിയാ? പറഞ്ഞതാണ് തോന്നുന്നു. മോള് കുക്ക് ചെയ്യാനൊക്കെ അറിയോ? അമ്മയുടെ കുക്കിംഗ് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഗ്യാസ് തൊടാൻ പേടിയാണ്. ഇഷ്ടാണോ കുക്ക് ചെയ്യാൻ? ഇല്ല, നല്ല കുട്ടി. എനിക്ക് ഇഷ്ടല്ല. ഇഷ്ടല്ല. എന്റെ കൈ പൊള്ളിയിട്ടുണ്ട് ഒരു ഞാൻ ചോദിച്ചില്ലല്ലോ. വിളക്കിൽ കൈ വെച്ചിട്ട്. പണ്ടൊരു ദിവസം പഴയ വീട്ടിൽ നിന്നില്ലേ ഞാൻ ഷോ കാണിച്ചിട്ട് വിളക്കി കൈ വെച്ചപ്പോ എന്റെ കൈ പൊള്ളി. ഷോ കാണിച്ചിട്ട് സ്വന്തമായിട്ട് സ്വന്തം കുട്ടി സത്യം പറയുള്ളൂ. എന്തായാലും കൊറേ സിനിമയിലൊക്കെ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ആളല്ലേ? കൊറേ ഓഡിഷൻ ഒക്കെ പോയിട്ടില്ലേ? നമുക്ക് ഇവിടെ എന്തെങ്കിലും അഭിനയിച്ച് കാണിച്ചു തരോ? എന്താ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം എന്ന് ചോദിച്ചേ? എന്താ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം? എന്തിനാന്ന് ചോദിച്ചേ? എന്തിനാ അഭിനയിക്കണേ? എന്താണെന്നറിയോ? ഉം. സിനിമയിൽ അഭിനയിച്ച കുറച്ച് ദിവസത്തേക്ക് സ്കൂളിൽ പോകണല്ല. ഇത് കേട്ടിട്ട് മിക്കവാറും എല്ലാരും എടുത്തിട്ട് അടിക്കും. ആരാ ഇത് പറഞ്ഞതേ? ഞാനിത് ഇന്റർവ്യൂ പുറത്തിറങ്ങുന്ന ദിവസമാണെന്ന് പറയുന്നു. അങ്ങനെയല്ല, അത് കഴിഞ്ഞ നാടുകൂടാണ് ഒന്ന് അറിഞ്ഞില്ലെങ്കിൽ. അച്ഛൻ വെറുതെ തള്ളിയാക്കുന്ന കേട്ടാ. അച്ഛയാണ് ഫസ്റ്റ് പറഞ്ഞേ, മോനെ മോ സിനിമയിൽ നല്ല അഭിനയിക്കാനില്ലേ, മോനെ ഒരു ദിവസം സ്കൂളിൽ പോയി. എനിക്കിനി ബാക്കിയില്ല. ഇതെപ്പോഴാണ് ഞാൻ പറഞ്ഞത്? പണ്ട് പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? ഒരു 5-6 വർഷം മുമ്പായിരിക്കും അല്ലേ? അല്ല, ഈശ്വര, മറ്റേ ഓഡീഷൻ ഒന്നും പറയരുത് മോനെ. ഇന്റർവ്യൂ തരാത്ത മോനെ. അനാവശ്യമായിട്ടുള്ളത്. സിനിമയിൽ അഭിനയിക്കാൻ എന്തിനാണെന്നറിയാം ആഗ്രഹം. എനിക്ക് സിനിമ ഇതാണ് ഇടേണ്ടത്. സത്യം പറഞ്ഞ മോനെ നല്ലത് മാത്രം പറയണം കേട്ടാ, ഒന്നും വേറെ ഒന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞു വന്നിരുന്നിട്ട് ഇനി എന്തെങ്കിലും പറയാനുണ്ട് ഇവിടെ? ഒന്നും പറയല്ലേ. ഇനിയൊന്നും പറയില്ലേ? കോമഡി ഫുൾ തീർന്നു. അയ്യോ അങ്ങനെ പറയില്ലേ? കൊച്ചിന്റെ സ്റ്റോക്ക് തീർന്നേ. അങ്ങനെ പറയില്ലേ? അയ്യോ കോമഡി തുടങ്ങി. തുടങ്ങി. കോമഡി തുടങ്ങിയെന്ന് അർത്ഥം. ഓ ശരി ശരി. ഞങ്ങൾക്ക് എന്തെങ്കിലും അഭിനയിച്ച് കാണിച്ചു തരോ? എന്തെങ്കിലും അഭിനയിച്ചോ? നിങ്ങളെ മറ്റേത് അഭിനയിച്ചോ? മറ്റേ പശുവിന്റെ സാധനമില്ലേ, അത് അഭിനയിച്ചു. രണ്ടാളും കൂടി അത് അഭിനയിച്ചോ? പശു പുല്ലിന്റെ മറ്റേ സംഭവം. ഓക്കെ റെഡി, അത് അഭിനയിച്ചോ. എടാ നമുക്കിന്ന് കളിച്ച് പൊളിക്കണം. അതന്നെ സ്കൂളില്ലാതല്ലേ. പൊളിക്കാം. വാ നമുക്ക് ഗ്രൗണ്ടിലോട്ട് പോവാ. ഗ്രൗണ്ട് എത്തി. ഇനിയിപ്പോ ഏതായാലും ഞാൻ തന്നെ ബാറ്റ് അങ്ങ് തുടങ്ങാം. വേണ്ടപ്പാ, അങ്ങനെ വേണ്ട. ഇന്നലെ മിന്നാന്നല്ലേ എന്നെ ബാറ്റ് കാര്യം ഞാൻ ബാറ്റ് ചെയ്യും. വേണ്ട 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 എന്ന് പറഞ്ഞാൽ വേണ്ട. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എണ്ണ. എന്നിട്ട് ആർക്കാ ബാറ്റ് കിട്ടുന്നത് നോക്കാം. എണ്ണ പിന്നെ പറത്തൊന്നും കാര്യമില്ല. 1 2 3 4 5 6 7 8 9 10 മണിക്ക് വെള്ളം വന്നു. വെള്ളം ഞാൻ ചെടി കൊഴിച്ചു. ചെടി എനിക്ക് പൂ തന്നു. പൂ ഞാൻ നമുക്ക് കൊടുത്തു.
അമ്മയ്ക്ക് ചോറ് തന്നു, ചോറ് ഞാൻ പട്ടിക്ക് കൊടുത്തു, പട്ടി എന്നെ കടിച്ചു, ബൗ 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 ബൗ. ഞാൻ പോള്. അയ്യേടാ, നമുക്കൊന്നും കൂടി എണ്ണി നോക്കാം. ഞാൻ എണ്ണിയെ തെറ്റിപ്പോയുണ്ടാവും. റൗണ്ടോട്ട് പോവാ. എടാ പശു പശു ഇപ്പൊ എന്താ ഒരു കാര്യം നമുക്കില്ലേ എടുത്തിട്ടില്ലേ പശുവിനെ അങ്ങോട്ടൊക്കെ മാറ്റിയാലോ? എന്നാ പിന്നെ നീ പോയിക്കോ, ഞാൻ നീയല്ലേ ബാറ്റിങ്, ഞാൻ പോന്നേ. വേണ്ട വേണ്ട, നമുക്ക് രണ്ടാക്കും പോയാലില്ല, നീ പോയി കൊടുത്താ മതി. പശു 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 നമ്മളെടുത്തോട്ട് വാ. പശു പശു വരുന്നില്ല. പശുവിന്റെ വയറെല്ലാം നടന്നിട്ടുണ്ട്. എന്നൊരു കാര്യം ചെയ്താലോ, കയറയിച്ചു വിട്ടാലോ? കയറയിച്ചു വിടാ. നീ പോയിട്ട് വാ. ഇപ്രാവശ്യം ഞാനും വന്നില്ല, നീ പോയിട്ട് വാ. നമുക്ക് രണ്ടാക്കും പോവാം. ഇല്ല, നമുക്ക് പേടിയാ പശുവില്ല. എടാ പശു നമ്മള് നോക്കുന്നുണ്ടല്ലോടാ. പശുക്ക് എന്തോ ഒരു കുഴപ്പമുള്ള പോലെ ഉണ്ട്. ചേച്ചിന്റെ കയ്യിലുള്ള ബോളും കേട്ടോ. എടാ എടാ പശു അയ്യോ, പശു കുത്താൻ പറ്റുന്ന സമയത്ത് ഒരു ബാറ്റും കൊടുത്തു. അയ്യോ ഓടിക്കോ. അച്ഛൻ വേറെ എന്തൊക്കെ മണ്ടത്തരം പറഞ്ഞു തന്നിട്ടുണ്ട്? അല്ല, ഇത് നമുക്ക് ഇത് മാറ്റി വേറെ എന്തെങ്കിലും. അച്ഛൻ എന്തൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്? അച്ഛനാ ഇന്റർവ്യൂവിന് പോകുമ്പോ പറഞ്ഞു ഇങ്ങനൊന്നും ചോദിച്ചു ഇങ്ങനൊന്നും പറയരുത്. അച്ഛൻ അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ? പിന്നെ അമ്മ പറഞ്ഞോ? അമ്മയും പറയില്ല. പിന്നെ ആരാ പറഞ്ഞേ? ഞാന് ആരും പറയില്ല, ഞാൻ എന്നോട് തന്നെ പറയും. ഓക്കെ, അടിപൊളി. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അടിപൊളിയാണ് എല്ലാ ആൾക്കാരും, അച്ഛനും അമ്മയും മക്കളും, സൂപ്പർ ഫാമിലി. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു പാട്ടായാലോ? പാടിക്കോ, മസ്താനി നല്ല പാട്ട് പാടും. പാടൂലേ? പാട്ടും അല്ലേ? ദുർഗ തുടങ്ങി കൊടുക്കും. ദുർഗ തുടങ്ങും, അപ്പൊ ഇവര് പിടിക്കും. ഞാനെന്ത് പാട്ട് പാടണ്ടേ? ഏത് പാട്ട്? ചേച്ചിക്ക് കുറെ പാട്ട് അറിയുന്നല്ലേ? പാടി, ഇന്നലെ പാടി പാട്ട് പാടിക്കോ. അതൊരു രസമില്ലാന്നല്ലേ? അയ്യോ, പാട്, ഇരുന്ന് പാടിക്കോ. ആയിരം കണ്ണുള്ള മാലാകവാദിനായി ഈരാവിതാകെ തിളങ്ങി നിൽപ്പൂ. പോരുവാനാശയുണ്ടേറെ കിളിക്കൂടുമെയ്യുവാൻ നിന്റെ ആ നെഞ്ചകത്തിൽ. കിളികളാം കുരുവികൾ കുറുകുന്ന കാട്ടിലെ വിജനമാം പാതയിൽ നാം രണ്ടുപേർ. പകലേതുമറിയാതെ ഇരവേതുമറിയാതെ വിരിയാത്ത പൂവിനെ കാത്തു നിൽപ്പൂ. പകലേതുമറിയാതെ ഇരവേതുമറിയാതെ വിരിയാത്ത പൂവിനെ കാത്തു നിൽപ്പൂ. കണ്ടോ? ഇതുപോലെ പാടോ? സൂപ്പർ ആയിട്ടുണ്ട് മോളെ, അടിപൊളി. എനിക്കാ എന്തോ എനിക്ക് മോന് ഇഷ്ടമുള്ള പാട്ട് പാടിക്കാറുണ്ട്. മറ്റേ ഇത് പാടിക്കോ, മറ്റേ പുഷ്പയിലെന്തോ ഇല്ല അത് കാണിച്ച് പുഷ്പയുടെ അത് പാടിക്കൊണ്ട് പാടിക്കോ. പാടിക്കോ, കുഴപ്പമില്ല, ശരിക്കറിയുന്നു മാത്രം പാടിയാ മതി. പാടിക്കോ. റെഡി? മര്യാദ പാടി. അങ്ങനെയല്ല, മര്യാദ പാടി. കണ്ണിൽ കർപ്പൂര അതൊന്ന് കാണിച്ച്. എന്താ പറയാ? ഓക്കെ, സൂപ്പർ. ഇനി അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഒരു പാട്ടേക്കാം അല്ലേ നമുക്ക്? അയ്യോ, ചേട്ടൻ പാടുമെന്ന് എനിക്കറിയാം. ഇല്ലടാ. ഇന്നലെ വീട്ടിൽ നിന്ന് അറിയില്ല. ഏത് പാട്ടാണ്?
ഞാൻ തന്നെ പാടാം എനിക്കറിയാം. ആ പാട്ട് രണ്ടുപേരി ആ പാടട്ടെ ആ പാടച്ചേ, പാടേ. എള്ളോളം തരി പൊന്നെന്തിന തനി തഞ്ചാവൂർ പട്ടെന്തിന തങ്കം തെളിയണ പട്ടു തിളങ്ങണ ചന്തം നിനക്കാടി കണ്ടു കൊതിച്ചവർ ചെണ്ടും കൊണ്ടെന്നും പണ്ടു പണ്ടേ കറക്കാടി പണ്ടു പോലെ പറക്കാടി കല്ലുമാലക്കാതിൽ കമ്മലതില്ലേലും മാറാരും കണ്ണു വെച്ചു പോകും കന്നിക്കതിരാനേ കള്ളിമുള്ളു പോലെ മുള്ളുകളല്ലേലും മാളോരെ കല്ലിയവളുടെ നുള്ളൊരു മുള്ളാണേ എള്ളോളം തരി പൊന്നെന്തിന തനി തഞ്ചാവൂർ പട്ടെന്തിന തങ്കം തെളിയണ പട്ടു തിളങ്ങണ ചന്തം നിനക്കാടി കണ്ടും കൊതിച്ചവർ ചെണ്ടും കൊണ്ടെന്നും പണ്ടു പണ്ടേ കറക്കാടി പണ്ടു പോലെ പറക്കാടി. ചേച്ചി ഒരു വട്ടം പോലും ആ മുഖത്ത് നോക്കിയില്ലല്ലോ. ചേട്ടൻ എത്ര വട്ടം നോക്കി പാടിയപ്പോ? ചേച്ചിക്ക് പഴയ റൊമാൻസ് ഒന്നും ഇല്ല തോന്നുന്നു. തലമറിഞ്ഞിട്ട് കാണുന്നുണ്ടായിരുന്നു. ചേട്ടന് നല്ല മാറ്റമുണ്ട് ഇപ്പോ. ചേച്ചിക്ക് നല്ല മാറ്റമുണ്ട്. അപ്പോ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അപ്പൊ എത്രയും പെട്ടെന്ന് 3 മില്യൺ ആവട്ടെ. എല്ലാവരും ഒന്ന് ഒത്തുപിടിച്ചാല് നമുക്ക് ഇവരെ 3 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനൽ ഓണേഴ്സ് ആക്കി മാറ്റാൻ പറ്റും. Thank അപ്പോ you too. ഓൾ ദ വെരി ബെസ്റ്റ്. ലക്ഷ്മി ടീച്ചർ അല്ലേ? ലക്ഷ്മി ടീച്ചറിനോട് രേഷ്മ ടീച്ചർ. രേഷ്മ ടീച്ചറിനോട് എന്റെ പ്രത്യേക അന്വേഷണം ഞാൻ പറയുന്നു. നമ്പറിന് തന്നിരുന്നെങ്കിൽ വിളിക്കാമായിരുന്നു. ഒന്ന് വിളിക്കായിരുന്നു. നമ്പറൊന്നും കൊടുക്കല്ലേ അമ്മ. താങ്ക് യു ദുർഗ, താങ്ക് യു ഇന്ദ്രു, താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ടു. താങ്ക് യു.